വീണ്ടും ഒരു വർഷം കൂടി CMS സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളെ നിൽക്കുവാനും ഒരവസരം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. നമ്മുടെ 175 വാർഷികാഘോഷം എന്ന നിങ്ങൾ നോട്ടീസിലെല്ലാം കണ്ടു കാണുമായിരിക്കും. യഥാർത്ഥത്തിൽ 175 വാർഷികം എന്ന് പറയുന്നത് CMS ചാലക്കുടിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഒരു വർഷം എന്ന രീതിയിലാണ് പ്രാധാന്യം. എന്നാൽ യഥാർത്ഥത്തിൽ CMS കോളേജിലെ 200 വർഷത്തിന് 210 വർഷത്തിന് മുമ്പ് കോളേജിനകത്തുണ്ടായിരുന്ന ഗ്രാമർ സ്കൂളാണ് യഥാർത്ഥത്തിൽ CMS കോളേജ് സ്കൂൾ എന്നുള്ള ചരിത്രം ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം CMS കോളേജും CMS കോളേജ് ഹൈസ്കൂളും ഒക്കെ 200 വർഷം ആഘോഷിച്ചപ്പോൾ നമ്മുടെ സ്കൂൾ ഇപ്പോഴും 175 നിൽക്കുന്നു. അത് മാറ്റി സ്ഥാപിച്ച വർഷമായി ഇതിനെ കാണുന്നു. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ എത്തിച്ചേർന്നിട്ട് ശ്രീമതി സുഭാഷിന്റെ പേരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, ചരിത്രം പറഞ്ഞു നിൽക്കുന്നതിനകത്ത് കാരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ തിരക്കുള്ള ആളാണ്. ഈ വളരെ തിരക്കേറിയ ഈ സമയത്ത് നമ്മോടൊപ്പം എത്തിച്ചേർന്ന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയപ്പെട്ട സുഭാഷിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ ഇന്നലെ ഇതിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ യോഗത്തില് ശരിക്കും പറഞ്ഞ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന നമ്മുടെ MLA ആയിരുന്നു. അടിയന്തരമായി സാറിന് ഡൽഹിക്ക് പോകേണ്ടതിൽ എയർപോർട്ടിൽ ചെന്നിട്ടാണ് എന്നെ കൊണ്ട് വിളിച്ചിട്ടൊക്കെ പറഞ്ഞു, സാറേ വരാൻ സാധിക്കത്തില്ല. ഞാൻ ചോദിച്ചു, സാറേ എന്ത് ചെയ്യും? അപ്പൊ ഇതിലേക്ക് തിരിച്ചു പറഞ്ഞ മറുപടി, ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണോട് സംസാരിച്ചിട്ടുണ്ട്, സാർ ഒന്ന് വിളിക്കും വന്നോളൂ. ഞാൻ വിളിച്ചപ്പോൾ എന്റെ കാര്യം പറഞ്ഞ നല്ല തിരക്കുണ്ട്, ചെറിയ പരിപാടിയുണ്ട്, എന്നാലും ആ സമയത്ത് വരാത്ത ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഇങ്ങോട്ട് എനിക്ക് പോകുന്നു. ഞാൻ ഒന്ന് ഇറങ്ങി വേണം, അതുകൊണ്ട് അധികം താമസിപ്പിക്കാതെ തന്നെ വിടാമെന്ന് കരുതുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തില് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇടവകാരി ലോക്കൽ മാനേജ്മെന്റ് ജോർജ് അച്ഛനെ നമ്മുടെ സ്കൂളിന്റെ PTA പേരിലും മൊത്തം പേരൻസിന്റെ പേരിലും ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. അതുമായിട്ട് ഇന്നലെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ MLA പ്രധാനപ്പെട്ട നമ്മുടെ സ്കൂളൊക്കെ ഒരു വാതിലൊക്കെ സ്ഥിതി ചെയ്യുന്നത് തന്നെ എങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കാവുന്ന രീതിയിൽ കൂടി നന്ദി ഈ അവസ്ഥ അറിയിക്കേണ്ടതാണ്. കാരണം MLA പെട്ടെന്ന് വരുന്നില്ല എന്ന് പറയാൻ അറിയിച്ചത്. എങ്കിലും ഒരു മടിയിൽ കൂടാതെ സകാശമായിട്ട് എത്തിക്കോളാന്ന് പറയുന്നതിനാണ് വിളിച്ച് ഞാൻ വരികയാണെന്ന് പറയുകയും ചെയ്തു. കൃത്യസമയത്ത് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണെ ഏവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഏറ്റവും ആദ്യമായി സ്വാഗതം. അടുത്തായി നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ നിന്ന് പങ്കെടുക്കാമെന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമ്മളോട് പ്രശ്നം അറിയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട നാഷണൽ പ്രൊഫസർ ജിജി ജോർജ് ജേക്കബ് അച്ഛനാണ്. അച്ഛനെ തൊട്ടപ്പുറത്തെ ഓഫീസിലുണ്ട്. അച്ഛനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഒരല്പം തിരക്കുണ്ട്, ഞാൻ വന്നോളം കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏവർക്കും വേണ്ടി അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേരാൻ അറിയിച്ചിരുന്നു. പ്രിയപ്പെട്ട സോനപ്രിയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേരുന്ന വാർഡ് കൗൺസിലർ. പ്രിയപ്പെട്ട സോനക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പ്രിയ വാർഡ് കൗൺസിലർ സോനയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇതോടൊപ്പം പിന്നെ നമ്മുടെ യോഗത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടിയിരുന്നത് അച്ഛൻ്റെ ഭാര്യയ്ക്ക് ചെറിയ സുഖകാരികളുള്ളതുകൊണ്ട് എറണാകുളത്താണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. എന്തായാലും അച്ഛനെ ഈ അവസരത്തിൽ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ടീച്ചറിനോടൊപ്പം വള്ളമുക്കാൻ ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസ്സായിരുന്ന പ്രിയപ്പെട്ട മേരിമാൻ ടീച്ചറാണ്. മേരിമാൻ ടീച്ചറും ഞങ്ങളൊക്കെയുള്ള പരിചയം, ഞാനും വള്ളമുക്കാനെ പഠിപ്പിച്ച ഒരാളാണ്. ടീച്ചർ 28 വർഷമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അതല്ലാതെ തന്നെ
മധ്യകേരളമായിട്ടുള്ള ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ ബേക്കറികളും വള്ളത്തുമൊക്കെ പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനൊക്കെ ഞാൻ ടീച്ചറൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മേരിമാൻ ടീച്ചറിനെ ഈ അവസരത്തിൽ ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ ചർച്ച കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ചർച്ച വാർഡിനെ പ്രവർത്തിച്ചിരുന്ന CSA ഹോൾഡിന്റെ കമ്മിറ്റിയുടെ ചർച്ച വാർഡ് ശ്രീ റോയ്സ് മാണിയെ ഏവർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതൽ സ്വാഗതം ഒരാളാണ് ഞങ്ങളൊപ്പം പ്രവർത്തിച്ച് വിരമിച്ച പ്രിയപ്പെട്ട ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ടീച്ചറിനെ ഈ അവസരത്തിൽ അക്കൗണ്ടിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശാന്തകുമാർ എത്തിച്ചേരുന്ന അറിയിച്ചിരുന്നു. സൗമ്യ അവിടെ നിൽക്കുന്ന കണ്ടിരുന്നു. എന്തായാലും പ്രിയപ്പെട്ട ശാന്തകുമാറിനെ ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ടീച്ചറിനെ കുറിച്ച് രണ്ട് വാക്ക് അനുസ്മരണം സംസാരിക്കാൻ ടീച്ചറുമായിട്ടുള്ള പഠനകാലത്തെ അനുഭവങ്ങൾ വിവരിക്കാനൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മീനാക്ഷി കേസാണ്. മീനാക്ഷി കേസ് ടീച്ചറിന്റെ സ്റ്റുഡന്റ് എന്നതിനുപരി ഞാൻ പഠിപ്പിച്ചതാണ് മീനാക്ഷി. അന്ന് ടീച്ചറെ കുറിച്ച് മീനാക്ഷി പറഞ്ഞ ആൾ ഞാൻ ടീച്ചർ പേരുള്ള മീനാക്ഷി ഞാൻ പറഞ്ഞ പേര് എനിക്ക് നല്ല ഓർമ്മ നന്നാക്കി പ്രസംഗിക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണെങ്കിൽ ടീച്ചറെ കാണാൻ കിട്ടാൻ ഭയങ്കര തിരക്കാണ്. ശാന്തകുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വളരെ സ്വദേശിയായ ഞങ്ങളുടെയൊക്കെ ഉപരിയായ പ്രിയപ്പെട്ട മീനാക്ഷിയെ യോഗത്തിന് വേണ്ടി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ കുട്ടികളെ പ്രതികരിച്ച് ഇവിടെ വേദിയിൽ നിൽക്കേണ്ട ഒരാള് നമ്മുടെ സ്കൂളിൽ കുറച്ച് വരുന്ന പ്രിയപ്പെട്ട റെനീകയാണ്. റെനീകയെ വേദിയിലേക്ക് ഈ അവസരത്തിൽ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ യോഗത്തിൽ പ്രധാന ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് വിരമിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചറിന് ഒരു യാത്രയെ നൽകുക എന്നുള്ളതാണ്. ടീച്ചറിന്റെ പേര് ഞാൻ അവസാന ഭാഗത്തേക്ക് വെച്ചതിന്റെ കാര്യം ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ടീച്ചറാണെന്നാണ് എന്റെ കാര്യം. ടീച്ചർ രണ്ട് തരത്തിലാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആളാകുന്നത്. ഒന്ന് ഇതിന്റെ സംഘാടകയ്ക്ക് സ്വാഗതം പറയുന്നുള്ളൂ. പക്ഷെ ടീച്ചർ വിരമിക്കുന്ന ആളായാലും സ്വാഗതം പറയാതിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നയിച്ചുകൊണ്ട് പോകാൻ ടീച്ചറിന്റെ പ്രത്യേക കഴിവാണ്. ആ ടീച്ചർ ഈ കൂടുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വരുന്ന ഓരോ ഹെഡ്മിസ്ട്രസ്മാരും അവരെ കൊണ്ട് പറ്റുന്നതിന്റെ കഴിവിനെ പരമാവധി ചെയ്യുകയും ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് വരുന്ന അതിനേക്കാൾ അനുഭവം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ എത്തിച്ചേർന്ന ടീച്ചർമാർ ഒന്നിനൊന്നും മികച്ച ടീച്ചർമാർ നമ്മുടെ വരുന്നില്ല. കാരണം ഒരാളെ പോലും നമ്മൾ വിളിച്ചു വന്നിട്ടില്ല. എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഈ 13 വർഷത്തിനിടയ്ക്ക് എന്റെ കൂടെ ജോലി ചെയ്ത് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും കേൾക്കുകയും എനിക്ക് എന്റെ സ്കൂളിൽ ഒരു ടീച്ചറിനെ കുറിച്ച് ചെയ്ത് ഞങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും 100% പ്രവർത്തിച്ചത് നമ്മുടെ ടീച്ചർമാരാണ്. അതുകൊണ്ടാണ് അത്രയും പേരെ നയിച്ചുകൊണ്ട് നമ്മുടെ ടീച്ചറുടെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ടീച്ചറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിലെ നന്മകേട്ടായിരുന്നു. അതിന്റെ റിസൾട്ട് നമുക്ക് ഈ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തില് കോട്ടയം വെസ്റ്റ് ജില്ലയിലെ 75 സ്കൂളുകളിൽ നിന്ന് 3ാം സ്ഥാനത്ത് നമ്മുടെ സ്കൂൾ എത്തിച്ചേർന്നു. രാത്രി 12 കലോത്സവ വേണ്ടി ഓഫീസിലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം ഡേറ്റ നടത്തിക്കൊണ്ടെങ്കിൽ ടീച്ചറിന്റെ കൂടെ വന്നിട്ട് സാറ് ഫസ്റ്റിന് താഴോട്ട് പോയി ഫസ്റ്റിന് താഴോട്ട് പോകും. ഞാൻ പറഞ്ഞ ദൈവസഹായമുണ്ടെങ്കിൽ ക്ലാസ് ഫസ്റ്റ് ആകും. പക്ഷെ അവസാന നിമിഷം ഒരു സംഘടനത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ സ്കൂൾ സംഘടന അതുകൊണ്ട് മാത്രം ഒരു 3 പോയിന്റ് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും. ദൈവസഹായത്തിൽ അടുത്ത വർഷം നമ്മുടെ സ്കൂള് കോട്ടയം വെസ്റ്റ് ജില്ലയിലെ ഒരു ഓവറോൾ നേടുന്ന സ്കൂളായിട്ട് മാറും. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മൊത്തം കുട്ടികൾ അത് എടുത്തു പറയുന്ന കാര്യമാണ്. 39 കുട്ടികൾ പഠിക്കണമെങ്കിൽ 39 പേര് ഒന്നിനൊന്നും മികച്ച പഠനം കാഴ്ചവെക്കുന്നുണ്ട്. മുഴുവൻ കുട്ടികളും എല്ലാ മത്സരങ്ങളും പങ്കെടുക്കും.
സംഘകാരൻ, ദേശഭക്തികാരനോട് ഇൻഡിവിജ്വലായിട്ടുള്ള എല്ലാ ഇനങ്ങളും നമ്മുടെ സ്കൂളിൽ 39 കുട്ടികളെ ഉള്ളൂ. 350-400 കുട്ടികളുള്ള സ്കൂളുകളുടെ മത്സരിച്ചാണ് നമ്മുടെ 39 കുട്ടികൾ ഈ ഓവർ മേടിച്ച് നമുക്ക് കൊണ്ടുവന്നുള്ള അഭിമാനത്തോടെ പറയാം. അതിൽ ഇവിടെ ഉണ്ടായിരുന്ന പേരൻസ് എല്ലാവരും വളരെ സഹായം നമുക്കുണ്ട്. എന്തായാലും ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 30 പേര് ഇന്ന് ഈ വേദിയിൽ ഒരു കുങ്ഫു ഡിസ്പ്ലേ ആണ്. അവർ കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ എല്ലാവരും. 39 പേരിൽ നിന്ന് നമ്മുടെ വേദിയിൽ കുങ്ഫു ഡിസ്പ്ലേ നടക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. ആ കുട്ടികളെ അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സുജിത് സാറിനെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തോളൂ. സുജിത് സാറിനെ ചേർന്നുകൊണ്ട് ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് സ്വാഗത ആശംസകളാണ്. പ്രിയപ്പെട്ട ടീച്ചർ, പ്രിയപ്പെട്ട ഏരിയോ നമ്മുടെ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് രീതിയിലാണ് എത്തിച്ചേരുന്ന അറിയില്ല. എന്തായാലും ടീച്ചറിനെ ഈ അവസരത്തിലെ പേരിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട സൗമി സ്വരംഗം, അതുപോലെ ശ്രീരാമണി, പ്രിയപ്പെട്ട ജാസ്മിൻ ടീച്ചർ, എല്ലാവരും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളെയും, ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പല പൂർവ്വ വിദ്യാർത്ഥികളോടൊന്നും നമ്മളോടൊപ്പം ചേരാനുണ്ട്. കുറച്ചുപേർ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് ഇവരൊക്കെ നമ്മളോടൊപ്പം മീറ്റിംഗ് വന്നിരുന്നതാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേര് ടീച്ചറിന്റെ കൂടെ പ്രവർത്തിച്ച പല ആളുകൾ എത്തിച്ചേർന്നതിന് മുമ്പ് പഠിപ്പിച്ച അധ്യാപകന്മാർ എത്തിയിട്ടുണ്ട്, ഒട്ടേറെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഞാൻ കൂടുതൽ സമയം കളയാൻ, കാരണം ഈ സമയം കളയാൻ ശരിയല്ലെന്ന് അറിയാം. എന്തായാലും ഇവിടെ ചെന്ന് ആരുടെയും പേര് വിട്ടുപോകണമെങ്കിൽ ക്ഷമിക്കണം. വേണമെങ്കിൽ ഒരു സ്വാഗതം വീണ്ടും ഞാൻ പറയാം. ചില അവസരങ്ങൾ വേണ്ടതുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതിന്റെ വാക്കുകൾ നന്ദി, നമസ്കാരം.